എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു ചെറിയ കഥയിലൂടെ ഇംഗ്ലീഷ് പഠിക്കാൻ പോവുകയാണ്. സോ തീർച്ചയായിട്ടും ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നവർക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കഥകൾ തീർച്ചയായിട്ടും ഉപകാരപ്രദമായിരിക്കും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ കഥ ഇങ്ങനെയാണ്. വൺസ് ഇറ്റ് വാസ് എ സ്വെൽറ്ററിങ് ഹോട്ട് ഡേ ഇൻ ദ ഫോറസ്റ്റ്. വൺസ് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ, സ്വെൽറ്ററിങ് ഹോട്ട് ഡേ എന്ന് പറഞ്ഞാൽ കൊടും ചൂടുള്ള ദിവസം എന്നാണ്. സോ കൊടും ചൂടുള്ള ദിവസമായിരുന്നു എന്ന് പറയാനാണ് ഇറ്റ് വാസ് എ സ്വെൽറ്ററിങ് ഹോട്ട് ഡേ എന്ന് പറഞ്ഞത്. ഇൻ ദ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ കാട്ടിൽ. സോ വൺസ് ഇറ്റ് വാസ് എ സ്വെൽറ്ററിങ് ഹോട്ട് ഡേ ഇൻ ദ ഫോറസ്റ്റ്. ഒരിക്കൽ കാട്ടിലെ ഒരു കൊടും ചൂടുള്ള ഒരു ദിവസമായിരുന്നു എന്നാണ് മീനിങ്. All the animals of the jungle had got baffled with the scorching heat. എന്ന് പറഞ്ഞാൽ എന്താണ്? All the animals of the jungle. ജംഗിൾ എന്ന് പറഞ്ഞാൽ കാട് എന്നാണ്. All the animals of the jungle എന്ന് പറഞ്ഞാൽ കാട്ടിലെ മൃഗങ്ങളെല്ലാം had got baffled. Baffled എന്ന് പറഞ്ഞാൽ പരിഭ്രാന്തരായി എന്നാണ്. സോ കാട്ടിലെ മൃഗങ്ങളെല്ലാം പരിഭ്രാന്തരായി വിത്ത് എ സ്കോർച്ചിങ് ഹീറ്റ്. സ്കോർച്ചിങ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ ചുട്ടുപൊള്ളുന്ന വെയിലെന്നാണ്. അപ്പോൾ ഈ ചുട്ടുപൊള്ളുന്ന വെയിലിൽ കാട്ടിലെ മൃഗങ്ങളെല്ലാം പരിഭ്രാന്തരായി എന്ന് പറയാനാണ് ഓൾ ദ ആനിമൽസ് ഓഫ് ദ ജംഗിൾ ഹാഡ് ഗോട്ട് ബാഫിൾഡ് വിത്ത് ദ സ്കോർച്ചിങ് ഹീറ്റ്. ദേ വാണ്ടഡ് ടു ഗെറ്റ് റിഡ് ഓഫ് ദിസ് ബട്ട് ഓൾ ദ റിവേഴ്സ് ഹാഡ് ഡ്രൈഡ് അപ്പ്. ദേ വാണ്ടഡ് ടു ഗെറ്റ് റിഡ് ഓഫ് ദിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിച്ചു. ബട്ട് ഓൾ ദ റിവേഴ്സ് ഹാഡ് ഡ്രൈഡ് അപ്പ്. ഓൾ ദ റിവേഴ്സ് എന്ന് പറഞ്ഞാൽ നദികളെല്ലാം, ഡ്രൈഡ് അപ്പ് എന്ന് പറഞ്ഞാൽ വറ്റി വരണ്ടു എന്നാണ്. സോ അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടായിരുന്നു, പക്ഷെ നദികളെല്ലാം വറ്റി വരണ്ടു. ദേ വാണ്ടഡ് ടു ഗെറ്റ് റിഡ് ഓഫ് ദിസ് ബട്ട് ഓൾ ദ റിവേഴ്സ് ഹാഡ് ഡ്രൈഡ് അപ്പ്. സോ all the animals gathered around the little puddle that was left of the river. എന്ന് പറഞ്ഞാൽ എന്താണ്? സോ അതുകൊണ്ട് all the animals gathered around. gathered around എന്ന് പറഞ്ഞാൽ ചുറ്റും കൂടി എന്നാണ്. around the little puddle that was left of the river. അതായത് ഒരു നദി ഉണ്ടായിരുന്നു, പക്ഷെ അതിലെ വെള്ളമെല്ലാം പറ്റി ഇപ്പോൾ ഒരു ചെറിയ കുളം പോലെ. അതാണ് ലിറ്റിൽ പഡിൽ എന്ന് പറഞ്ഞത്. മഡി പഡിൽ എന്നൊക്കെ പറഞ്ഞാൽ ചെളിക്കുണ്ട് എന്ന് നമ്മൾ പറയത്തില്ലേ, അതിനാണ് മഡി പഡിൽ എന്ന് പറയുന്നത്. സോ ഇവിടെ വെള്ളമെല്ലാം പറ്റി ബാക്കി ഒരു ചെറിയൊരു കുളം മാത്രമേ അവിടെ അവശേഷിച്ചിട്ടുള്ളൂ. സോ ഓൾ ദ ആനിമൽസ് ഗ്യാതേർഡ് അറൗണ്ട് ദ ലിറ്റിൽ പഡിൽ ദാറ്റ് വാസ് ലെഫ്റ്റ് ഓഫ് ദ റിവർ. ആ നദിയിലെ അവശേഷിച്ച ആ കുളത്തിന് ചുറ്റും എല്ലാ മൃഗങ്ങളും കൂടി എന്നാണ് മീനിങ്. ബട്ട് ദ ലയൺസ് വർ നോട്ട് ലെറ്റിംഗ് എനിബഡി സ്റ്റേ ദർ. പക്ഷേ ലയൺസ് വർ നോട്ട് ലെറ്റിംഗ് എനിബഡി സ്റ്റേ ദർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെറ്റ് എന്ന് പറഞ്ഞാൽ അനുവദിക്കുക എന്നാണ്. സോ ലയൺസ് വർ നോട്ട് ലെറ്റിംഗ് എനിബഡി സ്റ്റേ ദർ എന്ന് പറഞ്ഞാൽ സിംഹങ്ങൾ ആരെയും അവിടെ നിൽക്കാൻ അനുവദിക്കുന്നില്ലായിരുന്നു എന്നാണ് മീനിങ്. ബട്ട് ദ ലയൺസ് വർ നോട്ട് ലെറ്റിംഗ് എനിബഡി സ്റ്റേ ദർ. സ്റ്റേ ദർ എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കാൻ എന്നുള്ള ഒരു മീനിങ് ആണ് ഇവിടെ. ആൻ എലിഫൻറ്റ് ആൻഡ് ഹെർ ബേബി വാച്ച്ഡ് ദ ലയൺസ് വിത്ത് സാഡ് ഐസ്. എലിഫൻ്റ് എന്ന് പറഞ്ഞാൽ ആന, ബേബി എന്ന് പറഞ്ഞാൽ കുട്ടി. സോ ഒരു ആനയും അവളുടെ കുട്ടിയും വാച്ച്ഡ് ദ ലയൺസ് വിത്ത് സാഡ് ഐസ്. വാച്ച് എന്ന് പറഞ്ഞാൽ എന്താ? വീക്ഷിക്കുക. സോ വാച്ച്ഡ് എന്ന് പറഞ്ഞാൽ വീക്ഷിച്ചു. വാച്ച്ഡ് ദ ലയൺസ്, സിംഹങ്ങളെ വീക്ഷിച്ചു. വിത്ത് സാഡ് ഐസ്, സങ്കടത്തോടുകൂടിയുള്ള കണ്ണുകളോടുകൂടി. സോ ആനയും അവളുടെ കുട്ടിയും സങ്കടത്തോടു കൂടിയുള്ള കണ്ണുകളോടുകൂടി ഈ സിംഹങ്ങളെ വീക്ഷിച്ചു എന്നാണ് മീനിങ്. They were waiting to soak their muddy bodies in the river, but the lions would not let them come near. They were waiting എന്ന് പറഞ്ഞാൽ അവർ കാത്തിരിക്കുകയായിരുന്നു എന്നാണ്. To soak their muddy bodies in the river. മഡി ബോഡീസ് എന്ന് പറഞ്ഞാൽ ചെളി പുരണ്ട ശരീരം എന്നുള്ള അർത്ഥമാണ്. ഇൻ ദ റിവർ എന്ന് പറഞ്ഞാൽ നദിയിൽ. ടു സോക്ക് എന്ന് പറഞ്ഞാൽ നനയ്ക്കാൻ എന്നുള്ള മീനിങ് ആണ്. സോ ഇവരുടെ ചെളി പുരണ്ട ശരീരം വെള്ളത്തിൽ നനയ്ക്കാൻ അവർ കാത്തിരിക്കുകയായിരുന്നു എന്നാണ് ഈ സെൻറ്റൻസിൻ്റെ മീനിങ്. പക്ഷേ ബട്ട് ദ ലയൺസ് വുഡ് നോട്ട് ലെറ്റ് ദം കം നിയർ. ലെറ്റ് ദം കം നിയർ എന്ന് പറഞ്ഞാൽ അവരെ അടുത്തു വരുവാൻ അനുവദിക്കുക എന്നാണ്. സോ ബട്ട് ദ ലയൺസ് വുഡ് നോട്ട് ലെറ്റ് ദം കം നിയർ എന്ന് പറഞ്ഞാൽ പക്ഷേ അവരടുത്തു വരാൻ സിംഹങ്ങൾ അനുവദിക്കുമായിരുന്നില്ല എന്നാണ് മീനിങ്.
The baby elephant screeched, "Mother, I want to go in the water." The baby elephant എന്ന് പറഞ്ഞാൽ കുട്ടിയാന സ്ക്രീച്ച്ഡ്. സ്ക്രീച്ച്ഡ് എന്ന് പറഞ്ഞാൽ നിലവിളിച്ചു എന്നാണ്, അല്ലെങ്കിൽ ഉറക്കെ ശബ്ദിക്കുക എന്നൊക്കെയുള്ള ഒരു മീനിങ് ആണ്. സോ കുട്ടിയാന നിലവിളിച്ച് പറഞ്ഞു, മദർ, അമ്മേ, ഐ വോണ്ട് ടു ഗോ ഇൻ ദ വാട്ടർ, എനിക്ക് വെള്ളത്തിൽ പോകണം. ഐ വോണ്ട് ടു ഗോ എന്ന് പറഞ്ഞാൽ എനിക്ക് പോകണം. സോ എനിക്ക് വെള്ളത്തിൽ പോകണം എന്ന് പറഞ്ഞു. ദ മദർ സാഡ്ലി റിപ്ലൈഡ്, അമ്മ സങ്കടത്തോടുകൂടി, സാഡ്ലി എന്ന് പറഞ്ഞാൽ സങ്കടത്തോടുകൂടി, റിപ്ലൈഡ് എന്ന് പറഞ്ഞാൽ മറുപടി പറഞ്ഞു. സോ അമ്മ സങ്കടത്തോടുകൂടി മറുപടി പറഞ്ഞു, ബേബി, വി മസ്റ്റ് വെയിറ്റ് ഫോർ ദ റെയിൻസ് ടു കം. വി മസ്റ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാത്തിരിക്കണം എന്നാണ്. ഫോർ ദ റെയിൻസ് ടു കം എന്ന് പറഞ്ഞാൽ മഴ വരാൻ നമ്മൾ കാത്തിരിക്കണം എന്നാണ് മീനിങ്. ഡോണ്ട് വറി, ദ ഡ്രൈ സീസൺ ഈസ് എൻഡിങ്. ഡോണ്ട് വറി എന്ന് പറഞ്ഞാൽ വിഷമിക്കണ്ട, ദ ഡ്രൈ സീസൺ ഈസ് എൻഡിങ്, അതായത് ഈ വരണ്ട കാലം അല്ലെങ്കിൽ വേനൽക്കാലം അവസാനിക്കുകയാണ് എന്നാണ് അർത്ഥം. വെൻ ദ വിൻഡ്സ് ബ്ലോ, അതായത് കാറ്റ് വീശുമ്പോൾ, ദ റെയിനി സീസൺ ഈസ് റൗണ്ട് ദ കോർണർ. റൗണ്ട് ദ കോർണർ എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കുന്നു എന്നാണ് മീനിങ്. സോ ദ റെയിനി സീസൺ ഈസ് റൗണ്ട് ദ കോർണർ എന്ന് പറഞ്ഞാൽ മഴക്കാലം അടുത്തിരിക്കുന്നു എന്നാണ് അർത്ഥം. നെക്സ്റ്റ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ. ദ എലിഫന്റ് വോക്ക് അപ്പ് ടു ഫൈൻഡ് ദ എയർ ഹെവി. എയർ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ അന്തരീക്ഷം ഭാരമുള്ളതായി കണ്ട് ആന ഉണർന്നു എന്നാണ്. വേക്കപ്പ് ബേബി, അതായത് വേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഉണരുക, കുഞ്ഞെ ഉണരൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ലുക്കപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, മുകളിലോട്ട് നോക്കൂ എന്നാണ് അർത്ഥം. ബേബി എലിഫന്റ് സോ ആൻഡ് ഗോട്ട് ഡിലൈറ്റഡ്. ബേബി എലിഫന്റ് സോ ആൻഡ് ഗോട്ട് ഡിലൈറ്റഡ് എന്ന് പറഞ്ഞാൽ കുട്ടിയാന കണ്ട് സന്തോഷിച്ചു എന്നാണ്. ഗോട്ട് ഡിലൈറ്റഡ് എന്ന് പറഞ്ഞാൽ സന്തോഷിച്ചു എന്നാണ് മീനിങ്. There were dark clouds all over the sky. There were dark clouds എന്ന് പറഞ്ഞാൽ ഇരുണ്ട മേഘങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് മീനിങ്. All over the sky എന്ന് പറഞ്ഞാൽ ആകാശത്ത് മുഴുവൻ എന്നുള്ള അർത്ഥമാണ്. A little droplet fell on the baby elephant's face എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കുഞ്ഞു തുള്ളി. ഡ്രോപ്ലെറ്റ് എന്ന് പറഞ്ഞാൽ തുള്ളി എന്നാണ്. സോ കുഞ്ഞു തുള്ളി ഫെൽ എന്ന് പറഞ്ഞാൽ ഫോളിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്, വീണു എന്നാണ് അർത്ഥം. ഓൺ ദ ബേബി എലിഫൻസ് ഫേസ്, അതായത് കുട്ടി ആനയുടെ മുഖത്ത് വീണു. ഫോളോഡ് ബൈ അനദർ എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ അടുത്തതും വീണു എന്നാണ് മീനിങ്. സൂൺ ഇറ്റ് വാസ് പോറിങ് ഹെവിലി. സൂൺ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്. ഇറ്റ് വാസ് പോറിങ് ഹെവിലി എന്ന് പറഞ്ഞാൽ ശക്തമായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് മീനിങ്. പോറിങ് ഹെവിലി എന്ന് പറഞ്ഞാൽ ശക്തമായിട്ട് മഴ പെയ്യുക എന്നുള്ള ഒരു മീനിങ് ആണ്. ഓൾ ദ ആനിമൽസ് വെർ ഹാപ്പി ബിക്കോസ് ദ റിവർ വാസ് ഫുൾ അഗെയിൻ. ദ റിവർ വാസ് ഫുൾ അഗെയിൻ എന്ന് പറഞ്ഞാൽ നദികളെല്ലാം വീണ്ടും നിറഞ്ഞതിനാൽ എന്നുള്ള അർത്ഥമാണ്. ഓൾ ദ ആനിമൽസ് വെർ ഹാപ്പി, എല്ലാ മൃഗങ്ങൾക്കും സന്തോഷമായി എന്നാണ് മീനിങ്. സോ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സോ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.